ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. രക്ഷയുടെ ഭദ്രത എന്ന് പറഞ്ഞ വിഷയം ഇന്ന് ധാരാളം വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. രക്ഷ ഭദ്രമാണെന്നും ഭദ്രമല്ലെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചിട്ട് അനേക വർഷങ്ങളായി. രണ്ട് ഭാഗത്തും ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ഏകദേശം സുവിശേഷ വിഹിത സഭകളിൽ 75% വരും. ബാക്കി 25% വരുന്നതായിട്ടുള്ള ആളുകൾ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ ഏകദേശം ലോകത്ത് 75% വരുന്നത്. ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഭകളുടെ ശതമാനം 25% എന്ന് നമുക്ക് അറിയാമല്ലോ. ഈ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ചിന്തകൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ചില പ്രത്യേക താല്പര്യമുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രക്ഷ ഭദ്രമാണ്, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എല്ലാ കാലവും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ചിന്തിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കൃത്യത നമുക്ക് ഉളവാകുന്നതിന് സഹായകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം നിത്യജീവൻ എന്നുള്ള വിഷയമാണ്. നിത്യജീവൻ നിത്യമല്ലേ? നിത്യമായ ഒരു ജീവൻ ഒരിക്കലും നഷ്ടം വരികയില്ലല്ലോ. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് നിത്യജീവൻ ലഭിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടാത്ത ജീവിതമാണ് എന്നല്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അത് നഷ്ടമാകുകയില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ വചനത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഒരു നിത്യജീവൻ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ ഈ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളിലുണ്ട്. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഒരുവൻ രക്ഷ പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും കൃത്യമായി ഓരോരുത്തർക്കും പ്രത്യേകം നിത്യജീവനെ കൊടുക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. എന്നാൽ അങ്ങനെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ദൈവിക പരിപാടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനനത്തിലൂടെ ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. നിത്യജീവനെക്കുറിച്ചുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ തന്നെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ പിതാവിനെയും പുത്രനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തറിവ്, എത്രത്തോളം അറിവ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തറിവ് എത്രത്തോളം അറിയുമ്പോഴാണ് അത് നിത്യജീവനായിട്ട് മാറുന്നത്? അതവിടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുകയില്ല. എന്നാൽ അതിൻ്റെ മൂലഭാഷയിലേക്ക് നാം കിടക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ അറിയുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഗിനോസ്കോ എന്ന് പറയുന്ന ഒരു പദമാണ്. ഗിനോസ്കോ എന്ന് പറഞ്ഞാൽ ഒന്നായിത്തീരുക, ടു ബിക്കം വൺ, ഒന്നായിത്തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയോടും ഒന്നായി തീരുന്നതാണ് നിത്യജീവൻ. ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു. നമുക്കത് അറിയാമല്ലോ.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലും അതുപോലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും നമുക്ക് അത് വായിക്കാനായിട്ട് കഴിയും. കൂടാതെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവപ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് കർത്താവിൽ വസിച്ചുകൊണ്ടായിരിക്കണം എന്നും നമ്മളവിടെ വായിക്കുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മളതങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നാം ക്രിസ്തുവിലായിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവാണ് ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ. നമ്മളത് വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അതുപോലെ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് നിത്യജീവൻ. കർത്താവ് തന്നെ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഇപ്പോൾ കർത്താവ് പ്രത്യക്ഷമായതിനെക്കുറിച്ച് പറയുന്നത് ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് ജീവൻ, കർത്താവായ യേശുക്രിസ്തുവാണ് നിത്യജീവൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം വീണ്ടും ജനനത്തിലൂടെ ചേരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായിട്ടുള്ള നിത്യജീവന് നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നു. അതാണ് നിത്യജീവൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിട്ട് ഓരോരുത്തർക്കും പ്രത്യേകം നിത്യജീവൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഈ രക്ഷ ഭദ്രമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ ഒരു തർക്കസംഗതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ നഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിത്യജീവൻ നഷ്ടപ്പെടുവാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നിത്യജീവൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നിത്യജീവനുണ്ട്. ഒരാൾ ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോയാൽ അവന് ക്രിസ്തുവിലുള്ള നിത്യജീവൻ്റെ പങ്കാളിത്തം നഷ്ടപ്പെടുന്നു. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. കൃത്യമായിട്ടും ക്രിസ്തുവിനോട് വേർപെട്ടു പോയി അല്ലെങ്കിൽ പോകാൻ കഴിയുമെന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിത്യജീവൻ എന്നുള്ള ആ ഒരു വാക്യം അല്ലെങ്കിൽ നിത്യജീവൻ്റെ നിത്യത എന്നുള്ള ഒരു വാദമാണ് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വാദഗതിക്ക് ഏറ്റവും വലിയ ശക്തമായ ഒരു വാദഗതിയായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ നിത്യജീവനെ യഥാർത്ഥമായിട്ട് നാം മനസ്സിലാക്കിയാൽ ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു പ്രധാന വാദഗതി എന്ന് പറയുന്നത് മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ ഇല്ല എന്നുള്ളതാണ്. മനുഷ്യന് ഫ്രീ വില്ലില്ല അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛയില്ല. ദൈവവചനത്തിൽ അങ്ങനെ ഒരു സൂചന പോലും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ചില ആളുകൾ മനുഷ്യൻ്റെ ഇച്ഛയെ ദൈവം വളയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയും ഒരു സൂചന പോലും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ തേജസ്സോടും സ്വരൂപത്തോടും കൂടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇച്ഛ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ
ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ പാപം വന്നപ്പോൾ മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയില്ലാതെയായി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അങ്ങനെയൊരു വാക്യം ബൈബിളിലില്ല, അങ്ങനെ ഒരു സൂചന ബൈബിളിലില്ല. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നാം എടുത്തു നോക്കിയാലും ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ചില ആളുകൾ പറയുന്നത് പാപം ചെയ്തപ്പോഴാണ് മനുഷ്യൻ്റെ സ്വതന്ത്ര ഇഷ്ടം നഷ്ടപ്പെട്ടതെന്നാണ്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ അവനവന് ബോധിച്ചതുപോലെ നടക്കണമെങ്കിൽ ഓരോരുത്തർക്കും അവനവന് സ്വതന്ത്ര ഇച്ഛ ഉണ്ടായിരിക്കണം. സ്വതന്ത്ര ഇച്ഛ, പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യന് ഒരു കാലത്തും എടുത്ത് കളഞ്ഞിട്ടില്ല, കളയുകയുമില്ല. അങ്ങനെ കളഞ്ഞു എന്ന് വന്നാൽ, സ്വതന്ത്ര ഇച്ഛ മനുഷ്യനില്ല എന്ന് വന്നാൽ, മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്ര ഇച്ഛ മനുഷ്യനുണ്ട്. അവന് തീരുമാനമെടുക്കുവാനും തീരുമാനം നടപ്പാക്കുവാനും ഒക്കെ ഉള്ള കഴിവ് അവനുണ്ട്. സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ ധിക്കരിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവനില്ല, പക്ഷെ അതിനുള്ള കഴിവ് അവനുണ്ട്. ദൈവത്തെ അനുസരിക്കുവാനായിട്ടുള്ള കഴിവും അവനുണ്ട്, വിശ്വസിക്കുവാനായിട്ടുള്ള കഴിവ് അവനുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയിൽപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത് ഒരു പ്രധാന വാദഗതി, രക്ഷ ഭദ്രമാണ് എന്ന് വാദിക്കുന്നവർ ഉന്നയിക്കുന്നതായിട്ടൊരു വാദഗതി എന്ന് പറയുന്നത്, മാനസാന്തരവും വിശ്വാസവും ദൈവം ഒരു ദാനമായി മനുഷ്യനിൽ തരുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസമെന്നും ദൈവം മാനസാന്തരപ്പെടാനായിട്ട് ദൈവം മാനസാന്തരം നൽകി, ജാതികൾക്ക് മാനസാന്തരം നൽകിയല്ലോ എന്നുള്ള ചില വാക്യങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഉള്ള അവസരം കൊടുത്തു എന്നുള്ള നിലയിൽ മാത്രമേ അവർക്ക് ദാനമായി കൊടുത്തു, മാനസാന്തരവും വിശ്വാസവും ഒക്കെ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അതല്ലാതെ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ മാനസാന്തരവും വിശ്വാസവും ദൈവം വെച്ചു കൊടുക്കുന്നു, അതും നിഷേധിക്കാനാവാത്ത വിധം വെച്ചു കൊടുക്കുന്നു എന്നുള്ളത് ബൈബിളിലെ ഒരു പ്രമാണമല്ല. മാനസാന്തരപ്പെടാനും വിശ്വസിക്കുവാനുമുള്ള ആഹ്വാനം ബൈബിളിൽ ഉടനീളം എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനസാന്തരപ്പെടാത്തതിനെയും വിശ്വസിക്കാത്തതിനെയും വിധിക്കുന്നതും ഒക്കെ നമുക്ക് എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നൂറുകണക്കിന് സ്ഥലങ്ങളിൽ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രസ്താവിച്ചിട്ട് ഒന്നോ രണ്ടോ അവ്യക്തമായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഇതൊക്കെയും നിഷേധിക്കാനാവാത്ത വിധം ദൈവം മനുഷ്യനിൽ വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ദൈവശാസ്ത്രം പഠിക്കുന്നതായിട്ടുള്ള ആളുകൾ ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ തെളിവല്ലാത്തതായ അവ്യക്തമായ വേദഭാഗങ്ങൾ മറ്റ് വ്യക്തമായ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കുവാൻ എന്ന് ഉള്ളത് ഒരു ബാലപാഠമാണ് എന്ന് നമുക്കറിയാമല്ലോ. വിശ്വസിക്കുക എന്നുള്ളതും മാനസാന്തരപ്പെടുക എന്നുള്ളതും മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉളവാകേണ്ടതാണ് എന്നുള്ള ധാരാളം വാക്യങ്ങൾ ഉള്ളപ്പോൾ ഒന്നോ രണ്ടോ അവ്യക്തമായ വാക്യങ്ങളെ എടുത്തുകൊണ്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു ഉപദേശം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ കഷ്ടമാണ്. അത് ദൈവനിന്ദാപരമാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച്, മാനസാന്തരത്തെ സംബന്ധിച്ച് അത് ദാനമാണ് എന്ന് പറയുന്നതും ദൈവം കൊടുക്കുന്നതാണ് എന്ന് പറയുന്നതുമായിട്ടുള്ള ചില വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ കൃത്യമായും ദൈവവചനം എന്ത് പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെ തെളിവായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത് രക്ഷഭദ്രമാണ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വാദഗതികളുടെ ചില നയങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദഗതികൾക്ക് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഉപദേശമാണ്. പിന്നെ നാലാമത് നമ്മൾ കാണുന്നതായ കാര്യം, പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ ബൈബിളിൽ അങ്ങനെ ഇല്ല.
പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പഠിപ്പിക്കൽ ബൈബിളിലില്ല. രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവകൃപയാൽ നമ്മളുടെ വിശ്വാസമാണ് എന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് ബൈബിളിൽ ഉടനീളം നാം കാണുന്നതായിട്ടുള്ള ഒരു ആശയമാണ്. അങ്ങനെ കൃത്യമായ വാക്യങ്ങളുണ്ട്, ആശയങ്ങളുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാൻ സാധിക്കുമെന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. വിശ്വാസം വിട്ടുപിരിഞ്ഞതായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് മനുഷ്യന് സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ ഏതെങ്കിലും പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളതായിട്ടുള്ള ഒരു സന്ദേശവും ബൈബിളിലില്ല. എന്നാൽ ഒരാൾ പാപത്തിൽ ജീവിക്കുന്നു എന്ന് വന്നാൽ, മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്നു എന്ന് വന്നാൽ, അദ്ദേഹത്തിന് മാനസാന്തരപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ സമയമുണ്ട്. ജീവിതാവസാനം വരെ അദ്ദേഹം മാനസാന്തരപ്പെടാതെ ആ പാപത്തിൽ മരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രക്ഷയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഉയരുന്നുള്ളൂ. വിശ്വാസം വിട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവർക്ക് യഥാസ്ഥാനപ്പെടുവാനായിട്ട് ധാരാളം അവസരം ദൈവം കൊടുക്കും. അവർക്ക് ഉപദേശങ്ങളായിട്ടും ശാസനകളായിട്ടും പ്രബോധനങ്ങളായിട്ടും അതുപോലെ തന്നെ ബാലശിക്ഷയായിട്ടും ഒക്കെ മനുഷ്യനെ ദൈവം തിരിച്ചു വരുത്തുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൻ തിരിച്ചു വരാൻ കൂട്ടാക്കാതെ അവൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയും പാപത്തിൽ ജീവിച്ചും അവൻ്റെ മരണം വരെ ജീവിച്ചാൽ മാത്രമേ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്നും വചനത്തിൻ്റെ ആശയവും എല്ലാം അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് തികച്ചും അസ്ഥാനത്തായിട്ടുള്ള ഒരു പ്രയോഗമാണ്. രക്ഷ നഷ്ടപ്പെടുന്നതിന് പാപം ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാകുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു പാപമില്ലാത്ത അവസ്ഥ ലോകത്ത് മനുഷ്യർക്ക് ആർക്കുമില്ല. എന്നു മാത്രവുമല്ല, രക്ഷ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പാപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുമില്ല. പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്താൽ മാനസാന്തരപ്പെട്ടാൽ ദൈവം ക്ഷമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്ത് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ഒരു വാദഗതിയെയാണ്, അങ്ങനെയാണെങ്കിൽ ആരാണ് രക്ഷ പ്രാപിക്കാനായിട്ട് ലോകത്തുണ്ടാകുക എന്നുള്ള മറുവാദം ഉയർത്തിക്കൊണ്ട് ഇതിനെ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു നവീന ഉപദേശം ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു പ്രിയ സഹോദരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടത്, രക്ഷ നടന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതായത് നാം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നത് നമ്മെ ദൈവം രക്ഷിച്ചതുകൊണ്ടാണ്. അത് എത്ര ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകും. കാരണം കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വാക്യങ്ങൾ ഉളവാകുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും അങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ വചനത്തിൽ നിലനിൽക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു പൈശാചിക പ്രസ്താവനയാണ്. ദൈവവചനത്തിന് അല്പമെങ്കിലും പ്രാധാന്യവും വിലയും മാന്യതയും കൊടുക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല എന്നുള്ളത് അധികം വിശദീകരണം ആവശ്യമില്ലല്ലോ. അതൊരു ഭോഷത്വമായിട്ടുള്ള പ്രസ്താവനയാണ്. അതുകൊണ്ട് അതിലേക്ക് അധികം വിശദീകരണം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ രക്ഷയുടെ ഭദ്രതയ്ക്കെതിരെ അല്ലെങ്കിൽ രക്ഷയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഉന്നയിക്കുന്നതായിട്ടുള്ള മറ്റൊരു പ്രധാന അടിസ്ഥാന താല്പര്യം എന്ന് പറയുന്നത്, ദൈവം
രക്ഷിക്കപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ദൈവം അവരെ മുന്നമേ കണ്ടു, അവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വചനങ്ങൾ ധാരാളം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നവരായി മുന്നേ കണ്ടതായിട്ടുള്ള ആളുകളുടെ രക്ഷ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ദൈവം കണ്ടത് തെറ്റിപ്പോയോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഉള്ള ഒരു വാദഗതി. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിലുള്ള കാര്യങ്ങളും നമുക്ക് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിൻ്റെ കാലത്തിൻ്റെ പരിമിതികളൊന്നുമില്ല. അപ്പോൾ ആരാണ് വിശ്വസിക്കുന്നതെന്നും അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്നും അവർ നിത്യതയിൽ എത്തുമോ എന്നുള്ളതൊക്കെ ദൈവത്തിന് മുന്നമേ അറിയാം. തൻ്റെ മുന്നറിവിൽ സർവജ്ഞാനത്തിൽ അതെല്ലാം അറിയാം എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകളാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാട്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് AD 29 എന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്. അപ്പൊ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ നിത്യതയിൽ ഉള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതും ഈ എറ്റേണിറ്റി പെർസ്പെക്റ്റീവിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അവർ പറയുന്നതായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെട്ടവനായിട്ട് കണക്കാക്കുന്നത് അവൻ നിത്യതയിൽ എത്തുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു വ്യത്യാസം ദൈവത്തിൻ്റെ കാഴ്ചയിലും മനുഷ്യരുടെ കാഴ്ചയിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എടുത്ത് നമ്മുടെ പരിമിതിയുള്ളതായ നമ്മുടെ തലത്തിലേക്ക് മാറ്റുമ്പോൾ നാം ദൈവവചനം മനസ്സിലാക്കുന്നതിൽ ഒത്തിരിയേറെ പിഴവുകൾ വരും. ദൈവം നിത്യതയിൽ കാണാത്ത അനേകരും നമ്മുടെ കൂടെ സഭായോഗങ്ങളിൽ കാണും. പക്ഷെ നമുക്കത് വിവേചിക്കുവാനായിട്ടുള്ള യാതൊരു അവകാശവും അധികാരവുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ കൂടെ വരുന്നതായിട്ടുള്ള ആളുകൾ, കൂടെ യോഗത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെയും അവര് രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് അവരുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അത് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമുണ്ട്. കാരണം ജഡികന്മാരായിട്ടുള്ള ആളുകൾ അവർ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരെക്കുറിച്ച് പറയുന്നത് അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്നാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലം ഇല്ലാത്ത ആളുകളെ പോലും അവർ വീണ്ടും ജനിച്ചവരല്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോൾ കൊരിന്ത്യയിലെ സഭ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതാണ്. ഒരുപക്ഷെ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളെയും പൗലോസ് അപ്പോസ്തലന് നേരിട്ട് അറിയാമായിരിക്കും. 1.5 വർഷത്തോളം താൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെയുള്ള വിശ്വാസികളോട്, സഭാംഗങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകന്മാർ അവരെ ഒന്ന് പരിശോധിക്കണമെന്നുള്ളതല്ല. വളരെ വിവേചനപരവും ജ്ഞാനപരവും ഒക്കെ ഉള്ള ഞാൻ അവിടെ വന്ന് നിങ്ങളെ പരിശോധിച്ച് ഉറപ്പ് തരാം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് അവരവർ തന്നെ അവരവരെ പരിശോധിക്കണം. അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുവൻ അവനെ തന്നെ പരീക്ഷിച്ച് ശോധന ചെയ്താൽ മാത്രമേ താൻ തന്നെ വിശ്വാസത്തിലാണോ എന്ന് അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ അല്ലാതെ ഇരിക്കുകയും എന്നാൽ ഞാൻ വിശ്വാസിയാണ് എന്ന് ചിന്തിച്ചും പോകാനായിട്ടുള്ള സാധ്യത ഒരുവന് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിത്യതയിൽ ദൈവം കണ്ടവർ വഴിക്ക് വീണു പോകും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറയുന്നതായിട്ടുള്ള വാദഗതി
വളരെ ബാലിശമായ ഒരു വാദഗതിയാണ്. നിത്യതയിൽ കണ്ടതായിട്ടുള്ള ഒരാളും വഴിയിൽ വീണുപോവുകയില്ല. കാരണം അവർ അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ ചെന്നു ചേരുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ പുറപ്പെട്ടവരെല്ലാവരും അവിടെ എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അനേകം ആളുകൾ ദൈവവചനത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലും വീണുപോയതും തള്ളിപ്പറഞ്ഞതും ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കൺമുൻപാകെ ഉണ്ട്. ഈ നാളുകളിലും നമുക്ക് അങ്ങനെയുള്ള അനേകരെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു വാദഗതി എന്ന് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും പിന്മാറിപ്പോയാൽ അവര് ഒറിജിനലി രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആരെയും ഒരു വിശ്വാസിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയില്ല. ഒരാൾ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ആളാണോ രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ ജീവിതാന്ത്യം വരെ നമ്മൾ നോക്കിയിരിക്കണം. കാരണം അവൻ്റെ ജീവിതാന്ത്യത്തിന് മുമ്പ് എപ്പോൾ വേണേലും അവൻ പിന്മാറിപ്പോകാമല്ലോ. അങ്ങനെ പിന്മാറിപ്പോയാൽ പോകാതിരുന്നാൽ മാത്രമല്ലേ ഒരാളെ രക്ഷിക്കപ്പെട്ടവനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. അതും വളരെ ബലഹീനമായ ബാലിശമായിട്ടുള്ള ഒരു വാദഗതിയാണ്. ആ വാദഗതി പിടിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുവിശേഷ വിഹിത സഭകളിൽ ഏകദേശം 25% ആളുകൾ ആ ഒരു വാദഗതി ചിന്തിക്കുന്ന ആളുകളാണ്. ദൈവവചനത്തിലെ ഉപദേശങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഉപദേശങ്ങളെല്ലാം കൊണ്ടുവന്നത് ജോൺ കാൽവിൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യൻ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വചനത്തിൽ നിന്ന് അവിടുന്നും ഇവിടുന്നും ഒക്കെ ചില വാക്യങ്ങൾ എടുത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ടാക്കി, ഒരു ദൈവശാസ്ത്ര രൂപം അദ്ദേഹം ഉണ്ടാക്കി, ഉപദേശ രൂപം അദ്ദേഹം ഉണ്ടാക്കി. അതിനെ തുടർന്ന് അതിന് വലിയ പ്രചാരം അന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലഭിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി അനേക സെമിനാരികളും ബൈബിൾ കോളേജുകളും ലോകത്ത് ഉടലെടുക്കുകയും ചെയ്തു. അങ്ങനെ പോയി അത്തരം സെമിനാരികളിൽ നിന്ന് പരിശീലനം ലഭിച്ച് പുറത്തു വരുന്നതായിട്ടുള്ള ആളുകളാണ് ഈ ഉപദേശങ്ങളുമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതും ഞാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചതായിട്ടുള്ള കാര്യമാണ്. ജോൺ കാൽവിൻ എന്ന് പറഞ്ഞതായിട്ടുള്ളൊരു വ്യക്തിയെ അദ്ദേഹം ഒരു വലിയ തിയോളജിയനായിട്ടൊക്കെ പരിഗണിക്കുന്നുവെങ്കിലും കേവലം നിസ്സാരമായിട്ടുള്ള ചില അടിസ്ഥാന വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശിശുസ്നാനം എന്ന് പറയുന്നത് അദ്ദേഹം അംഗീകരിക്കുകയും ശിശുസ്നാനത്തിനെതിരെ പഠിപ്പിച്ചതായ അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്നതായിട്ടുള്ള ക്രിസ്തീയ വിഭാഗത്തെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ആളുകളാണ് ഈ ജോൺ കാൽവിനും അദ്ദേഹത്തിൻ്റെ അനുയായികളും എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലരെയും അവര് കൊന്നുകളഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ച ഒരാളായിട്ട് ജോൺ കാൽവിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരു ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഈ ശിശുസ്നാനത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സ്നാനത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ പോലും അദ്ദേഹത്തിന് കൃത്യത വന്നില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു വക്കീലായിരുന്നു. തൻ്റെ ആ വക്കീൽ ബുദ്ധിയിൽ വളരെ അവിടുന്നും ഇവിടുന്നും ഒക്കെ ചില വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനെ അടിസ്ഥാനമാക്കി ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രമാണം ഉളവാക്കി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പിന്നെ ചില ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചതായിട്ട് കേട്ടത് 90-95% സുവിശേഷ വിഹിത സഭകളിലെ ആളുകളും വിശ്വസിക്കുന്നത് ഈ രക്ഷയുടെ ഭദ്രതയിലാണ് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. 75%-ലധികം ആളുകൾ രക്ഷയുടെ ഭദ്രതയിൽ, അതായത് ഈ കാൽവിനിസ്റ്റുകൾ എന്ന് വിളിക്കുന്നതായ ആളുകൾ പറയുന്നത് പോലെയുള്ള രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ 25% ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരായിട്ടുണ്ട്. പെൻഡക്കോസ്റ്റൽ വിഭാഗങ്ങളൊന്നും, പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളിൽ പെൻഡക്കോസ്റ്റൽ വിഭാഗങ്ങളൊന്നും രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സഭകൾ പൊതുവെ രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ രണ്ട് സഭകളിലും തിരിച്ച് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട്
എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷയുടെ ഭദ്രത ഇന്ന് ഈ കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നാം ശ്രദ്ധിച്ചത്. ഒന്ന്, നിത്യജീവനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരുടേത് ദൈവവചനപ്രകാരമല്ല. രണ്ട്, സ്വതന്ത്ര ഇച്ഛ മനുഷ്യനില്ല എന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഉപദേശം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്വതന്ത്ര ഇച്ഛയില്ല എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മാനസാന്തരവും വിശ്വാസവും ദൈവം മനുഷ്യന് നൽകുന്നതായിട്ടുള്ള ദാനമാണ്, അത് മനുഷ്യനിൽ നിന്നുളവാകുന്നതല്ല എന്ന് ചില അവ്യക്തമായ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒന്നോ രണ്ടോ അവ്യക്തമായ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അത് ഉപയോഗിച്ച് നൂറുകണക്കിന് വളരെ കൃത്യമായ വാക്കുകളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നതായിട്ടുള്ള വാദഗതി യഥാർത്ഥത്തിൽ ശരിയല്ല. പിന്നെ രക്ഷ നടന്നതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വിശ്വാസമല്ല, ആദ്യം രക്ഷയാണ് വരുന്നത് എന്ന് പറയുന്നത്, അത് വചനത്തെ കൂട്ടിക്കളയുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. പിന്നെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ നാം കാണുന്നതായിട്ടുള്ള വാക്യങ്ങളെ നമ്മുടെ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. നിത്യതയിൽ ദൈവം കണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ എല്ലാവരും നമ്മുടെ സഭകളിൽ ഉള്ള ആളുകൾ ആയിരിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയാൽ അവർ ഒറിജിനലി രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്താഗതിക്കും വചനത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കൊരിക്കലും തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാളെയും വിശ്വാസിയായി പരിണമിക്കുവാനായിട്ട് കഴിയുകയുമില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. പിന്നെ ഇതിനകത്തുള്ള വലിയ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞത്, ഇന്നത്തെ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽ 100-ൽ ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെട്ട ആളുള്ളൂ. ഇന്നത്തെ ബ്രദറൻ സഭാവിഭാഗങ്ങളിൽ 100-ൽ 5 പേർ വരെ രക്ഷിക്കപ്പെട്ടവർ കാണാം എന്നാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു ദേവദാസനാണ് അത് എന്നോട് പറഞ്ഞത്. അപ്പോൾ 100-ൽ ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പെന്തക്കോസ്ത് സഭകളിലും 100-ൽ 5% താഴെ മാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ബ്രദറൻ സഭകളിലും രക്ഷിക്കപ്പെടാത്തവരാണ് ബഹുഭൂരിപക്ഷം എന്ന് നമുക്കറിയാം. അങ്ങനെ രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ള ആളുകളാണ് ഈ സഭകളിലൂടെ ബഹുഭൂരിപക്ഷമായിട്ട് ജീവിക്കുന്നതെങ്കിൽ ഈ സഭകളിൽ രക്ഷഭദ്രമാണ് എന്ന് പഠിപ്പിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. അവരിൽ ആരും ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടാതിരിക്കുകയും എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടു എന്നും അവരുടെ രക്ഷഭദ്രമാണ് എന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മാനസാന്തരമോ വിശ്വാസമോ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ അംഗമായിരുന്ന സഭയിലെ ഒരു മുതിർന്ന ശുശ്രൂഷകൻ, ആ സഭയുടെ സ്ഥാപകന്മാരിൽ ഒരാളായിരിക്കുന്നയാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞത്, നമ്മുടെ സഭകളിലെ ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷിക്കപ്പെട്ടവരല്ല എന്നാണ്. ബഹുഭൂരിപക്ഷം എന്നേ പറഞ്ഞുള്ളൂ. ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 50%-ലേറെ വന്നാൽ ഭൂരിപക്ഷമായല്ലോ. അപ്പോൾ ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് 60%-ആകാം, 70%-ആകാം, 80%-ആകാം, 90%-ആകാം. നമുക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു നമ്പർ പറയാൻ പ്രാപ്തനല്ല, ഞാൻ വിധിക്കാൻ ആളുമല്ല. എന്നാൽ ഞാൻ എൻ്റെ പഠനത്തോടും ജോലിയോടും അനുബന്ധിച്ച് അനേക സഭകളിൽ അംഗമായി ജീവിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ സഭകളിലെയും എല്ലാ ആളുകൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപദേശ വിഷയം രക്ഷയുടെ ഭദ്രത എന്നുള്ളതാണ്. വേറെ ഉപദേശ വിഷയങ്ങളൊന്നും ആർക്കും അങ്ങനെ വ്യാപകമായിട്ട് അറിയില്ല. എന്നാൽ എല്ലാ സഭകളിലും എല്ലാ വിശ്വാസികൾക്കും ഒരു വിഷയം അറിയാം. എന്താണ്? രക്ഷഭദ്രമാണ്.
എന്നാൽ ആ സഭയുടെ സ്ഥാപകരിൽ ഒരാൾ പറയുന്നു ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷിക്കപ്പെട്ടവരുമല്ല. എത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഇത് അനേകരെ നിത്യനാശത്തിലേക്ക് പ്രായോഗിക നിലയിൽ നയിക്കുന്നതായിട്ടുള്ള തെറ്റായ ഒരു ഉപദേശമാണ്. ഇതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇനി തർക്കത്തിന്, വാദത്തിന് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തന്നെ ചിന്തിച്ചോളൂ. ഒരു വാദത്തിന് നാം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല, അല്ലേ? രക്ഷ നഷ്ടപ്പെടാതിരിക്കുന്ന ഒന്നാണ് എങ്കിൽ അത് നഷ്ടപ്പെടുമെന്ന് ഒരാൾ ചിന്തിച്ച് ജീവിച്ചാൽ അത് നഷ്ടപ്പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ രക്ഷ നഷ്ടപ്പെടുകയും അത് നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്താൽ ഉള്ള അവസ്ഥ എന്താണ്? അത് വളരെ ഭീകരമാണ്. പെന്തക്കോസ്ത് സഭകളിലെ സഹോദരന്മാർ പൊതുവെ പറയുന്നത്, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ചാൽ മനുഷ്യൻ വല്ലാതെ പാപം ചെയ്യാനായിട്ട് അവന് വലിയ താല്പര്യമുണ്ടാകും, അവന് ദൈവത്തെ ഭയമുണ്ടാകില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള പെന്തക്കോസ്ത് സഭകളിലെയും രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ലോക്കൽ ചർച്ചുകളിലെയും ആളുകളെ നോക്കിയാൽ ദൈവത്തോടുള്ള ഭയത്തിൻ്റെ കാര്യത്തിലോ വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിലോ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇത് വിശുദ്ധ ജീവിതത്തിനൊന്നും സഹായിക്കുന്നതായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ദൈവത്തോടുള്ള ഭയത്തിൽ നിന്നല്ല ഒരുവൻ ദൈവകൽപ്പനകളെ അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കേണ്ടത്, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുമാണ്. പാപം ചെയ്യുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആരെയും ഭയപ്പെടുത്തി അനുസരിപ്പിക്കുവാൻ ദൈവം തുനിയുന്നില്ല. ദൈവസ്നേഹത്തിൽ നിന്നാണ് നമുക്ക് അനുസരണവും അതുപോലെ തന്നെ ദൈവോന്മുഖമായ ഒരു ജീവിതവും ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് രക്ഷഭദ്രമാണ് എന്ന് ചിന്തിക്കുന്നത്? അതിന് കാരണമായ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ വിവരിച്ചു. മറ്റു ചില കാര്യങ്ങളും അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനം അതായിരിക്കുന്ന നിലയിൽ സത്യമായി പഠിക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. വഞ്ചനാപരമായിട്ടുള്ള ഒരു ഉപദേശവും നമ്മെ നിത്യതയിൽ എത്തിക്കുകയില്ല. രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് അരമണിക്കൂറുകൾ വീതമുള്ള 9 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബൈബിൾ ട്രൂത്ത്സ് എന്ന് പറഞ്ഞ് ഉള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൽ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് 9 വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. രക്ഷഭദ്രമാണ് എന്ന് സ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു 430ഓളം പേജുള്ള ഒരു ബുക്ക് ആസ്പദമാക്കി ആ ബുക്കിലെ വാദഗതികളാണ് യഥാർത്ഥത്തിൽ രക്ഷഭദ്രമാണ് എന്ന് വാദിക്കുന്നതായ ഒരു പുസ്തകമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനകത്തെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിരിക്കുന്നത്. അതേ വാക്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നേരെയുള്ള വ്യാഖ്യാനം എന്ത് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഈ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനത്തിൻ്റെ കൃത്യതയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.